നമസ്കാരം. മഹാരാഷ്ട്രയെ നടുക്കിയ അമരാവതി പീഡന കേസിലെ പ്രതിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. നൂറുകണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ കേസിലാണ് മുഹമ്മദ് അയാസ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിചിത്രമാണ് ഇയാളുടെ മൊഴി. ഒരു പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് താൻ ഇങ്ങനെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയതെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. കുറഞ്ഞത് 180 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നതായും 380-ലധികം അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ചതായും പോലീസ് പറയുന്നു. വാട്സപ്പ്, സ്നാപ്ചാറ്റ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇയാൾ പെൺകുട്ടികളുമായി സമ്പർക്കം പുലർത്തിയിരുന്നത്. ചില പെൺകുട്ടികളെ മുംബൈയിലേക്കും പൂനെയിലേക്കും കൊണ്ടുപോയി വീഡിയോകൾ ചിത്രീകരിക്കുകയും അവയുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്തതായിട്ടാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം. ഇതിൽ ചില വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിക്കുകയും ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് ഏകദേശം 18,000 ഫോളോവേഴ്സ് ഉണ്ടെന്നും ഒരു പ്രത്യേകതരം ഇമേജ് നിലനിർത്താൻ താൻ താല്പര്യപ്പെട്ടിരുന്നതായും ഇയാൾ പോലീസിനോട് പറഞ്ഞു. താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താൻ പെൺകുട്ടികൾക്കൊപ്പമുള്ള മോശം സെൽഫികൾ താൻ പോസ്റ്റ് ചെയ്യാറുണ്ടെന്നും ഇയാൾ സമ്മതിച്ചു. പെൺകുട്ടികളെ എത്തിക്കുന്നതിനായി ഓരോ തവണയും 500 രൂപ വീതം നൽകി ഒരു സുഹൃത്തിന്റെ താമസ സ്ഥലം താൻ ഉപയോഗിച്ചിരുന്നതായും ഇയാൾ വെളിപ്പെടുത്തി. ഇയാളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അമരാവതി റൂറൽ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. കത്തോരനാക്കയിലെ ഒരു ഫ്ളാറ്റ്, നിരവധി കഫേകൾ, വസിറ്റ് ഡാമിന് സമീപമുള്ള ഒരു ഗാർഡൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അയാസും ഇയാൾക്കായി വീഡിയോകൾ ചിത്രീകരിച്ചിരുന്ന ഇയാളുടെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തായ ഉസർഖാനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ സംഭവം പുറലോകമറിഞ്ഞത്. അയാസ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഉസർഖാൻ പറഞ്ഞതായി പോലീസ് പറയുന്നു. പിന്നീട് ഒരു കടയിൽ അയാസ് മറന്നുവെച്ച ഫോൺ കൈക്കലാക്കി ഉസർ ഇതിലെ വീഡിയോകളും ഫോട്ടോകളും ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇത് പിന്നീട് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച അയാസിനെയും ഉസർഖാനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ ബുധനാഴ്ച പരവതാടിയിലുള്ള അയാസിന്റെ കുടുംബ വീടിന്റെ അനധികൃത ഭാഗങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കുകയും ചെയ്തു. അതേസമയം അയാസിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും 2 കോൺസ്റ്റബിൾമാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായും തെളിഞ്ഞു. പൊതുനിരത്തിൽ വെച്ച് അയാസ് കേക്ക് മുറിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. അമരാവതി നഗരത്തിലെ ഒരു ഫ്ളാറ്റായിരുന്നു കുറ്റകൃത്യങ്ങളുടെ പ്രധാന കേന്ദ്രം. ഇതിനു പുറമെ ചിഖൽദാരയിലെ ഹിൽ സ്റ്റേഷൻ റിസോർട്ടുകളിലും വിവിധ നഗരങ്ങളിലെ കഫേകളിലും പീഡനം നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതിന് പുറമെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക്, ടാബ്ലറ്റ് എന്നിവയും കണ്ടെടുത്തു. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെയുള്ള പരിശോധനയിലൂടെ കൂടുതൽ വിവരങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഈ കേസിന് വർഗീയ വശങ്ങളില്ലെന്ന് വ്യക്തമാക്കിയ SP ആനന്ദ് ഇതുവരെ തിരിച്ചറിഞ്ഞ 8 അതിജീവിതകളും പ്രതിയും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്നും വ്യക്തമാക്കി. എന്നാൽ ഇവർ എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ആയിട്ടില്ല. കേസിന്റെ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം കൂടുതൽ പ്രതികളെ കണ്ടെത്താനായി ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സാങ്കേതിക വിശകലനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ചൂഷണത്തിന് പിന്നിൽ ഏതെങ്കിലും സംഘടിത കുറ്റവാളി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ 8 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളതെന്നും ഇരകളുടെ എണ്ണം 200ഓളം വരുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് വിശദീകരിക്കുന്നു. ഇരകളുടെ എണ്ണം കുറച്ചു കാണിക്കാനോ പ്രതികളെ സഹായിക്കാനോ യാതൊരു ശ്രമവുമില്ല. അതുകൊണ്ടാണ് സുതാര്യത ഉറപ്പാക്കാൻ എല്ലാ ദിവസവും താൻ മാധ്യമങ്ങളെ കാണുന്നതെന്ന് SP ആനന്ദ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില സംഘടനകൾ ആരോപിച്ചതിനെ തുടർന്ന് പരത്വട പോലീസ് സ്റ്റേഷനിലെ 6 ഉദ്യോഗസ്ഥരെ കൺട്രോൾ റൂമിലേക്ക് മാറ്റുകയും അവർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ ആദ്യം പ്രചരിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തങ്ങളുടെ പരാതി കേൾക്കാൻ തയ്യാറായില്ല എന്ന് ചില സംഘടനകൾ ആരോപിച്ചിരുന്നു.